അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ പിന്നെയും കളിക്കാൻ പോകുന്ന ഗൈസ് നമ്മുടെ ബേബി ഇൻ യെല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നതിൻ്റെ ചാപ്റ്റർ 3 ആണ് ഗൈസ്. കഴിഞ്ഞ 2 വീഡിയോ ആയിട്ട് അതിൻ്റെ ചാപ്റ്റർ 1 and 2 നമ്മൾ തീർത്തിരുന്നു. ഒരു കൊച്ചിനെ കൊണ്ട് നമുക്ക് ഒരു രക്ഷയില്ല ഗൈസ്. അപ്പോൾ അതിൻ്റെ 3 ആണ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് പോകാം ഗൈസ്. അക്രോസ് ദി ഷോർ ആൻഡ് ഡിസ്റ്റന്റ് ലാൻഡ്സ് ഗൈസ്, നിങ്ങൾ കണ്ടായിരുന്നു അങ്ങോട്ട് എന്തോ നടന്നുപോയി. പക്ഷെ ഇവിടെ നമ്മുടെ അടുത്ത് പറയുന്ന എൻ്റർ ദി അപ്പാർട്ട്മെൻ്റ് എന്നാണ്. പക്ഷെ ഇവിടെയൊക്കെ ഇടിയുന്നുണ്ട്, എന്താണ് പറ്റുന്നതെന്ന് അറിയില്ല. ഇവിടെയൊക്കെ ഇടിഞ്ഞ് പൊളിയുന്നു. ഫോളോ ദി ബ്ലാക്ക് ക്യാറ്റ്. നമ്മൾ നേരത്തെ നടന്നു പോകണം കണ്ട ബ്ലാക്ക് ക്യാറ്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് മുകളിൽ ചെന്ന് നോക്കാം. ഈ വീടുടനെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീടോന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവിടെ ഒരു ലാഡർ ഉണ്ട്. ഇതിന് മുന്നേ ഈ ലാഡർ ഇവിടെ ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഈ ലാഡർ വഴി ഇതിലോട്ട് കയറിയിട്ടുണ്ട്. പക്ഷെ ആ ബ്ലാക്ക് ക്യാറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ ആ ബ്ലാക്ക് ക്യാറ്റ് ആ പെയിൻറ്റിങ്ങിനകത്തോട്ട് കയറിപ്പോയി. നമ്മളാ ഫോട്ടോ വലിച്ചെടുക്കുകയാണ്. എന്താ ഇരിക്കണ ചെറുക്കൻ ചുമക്കണ കേസ്. നമ്മൾ വേറെ ഏതോ സ്ഥലത്ത് എത്തിയെന്നാണ് തോന്നുന്നത്. നമുക്ക് നേരെ പോവാം. ഫോളോ ദി ബ്ലാക്ക് ക്യാറ്റ് എന്നാണ് ഇപ്പോഴും കാണിക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ പേരും ഇത് തന്നെയാണ്, ബ്ലാക്ക് ക്യാറ്റ്. ഈ ചാപ്റ്ററിൻ്റെ പേരും. ഈ ചാപ്റ്ററിൽ നമ്മൾ വേറെ ഏതോ സ്ഥലത്തൊക്കെ എത്തുമെന്ന് കമൻസിലൊക്കെ ഞാൻ കേട്ടിരുന്നു. പക്ഷെ അത് മാഞ്ഞു പോയി. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതാണ് ഈ ഗെയിമിൻ്റെ ഈ ചാപ്റ്റർ 3യുടെ തുടക്കം. ചാപ്റ്റർ 1 and 2 ഒരു രക്ഷയില്ല, ഇജാതിക്ക് ഇടിലായിരുന്നു. ഗൈസ്, ചാപ്റ്റർ 3യിലെ ഫസ്റ്റ് പാർട്ട് വന്നിരിക്കുകയാണ്, ക്യൂരിയോസിറ്റി. ക്വിക്ക് ആസ് യു ക്യാൻ ഫോളോ മീ ത്രൂ ദി പോർട്ടൽ, ഡോണ്ട് ലെറ്റ് ഹിം സീ യു. നമ്മളാ ബ്ലാക്ക് ക്യാറ്റിൻ്റെ കൂടെ വേറെ ഏതോ സ്ഥലത്ത് നിന്ന് എത്തിയെന്നാ തോന്നുന്നേ. നമ്മൾ വേറെ ഏതോ ഒരു ലോകത്ത് സ്ഥലത്ത് നിന്ന് എത്തി. ഇവിടെ ഒരു ബുക്കൊക്കെ ഉണ്ട്. ഇതേ ഇരിക്കുന്നു ആ പെയിൻറ്റിങ്ങിനകത്ത് ചെറുക്കൻ. ആ ചെറുക്കനാണ് നമ്മളെ ഈ പെയിൻറ്റിങ്ങിനകത്തോട് വലിച്ചെടുത്തത്. അതിവിടെ കുറേ സംഭവങ്ങളുണ്ട്. ഇവിടെ ഒരു ബുക്ക് ഇരിപ്പുണ്ട്. ഇത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട് സൈഡിലായിട്ട്. ഇവിടെ ഒരു ഡോറുണ്ട്. ഇവിടെ വേറൊരു ബുക്കുണ്ട്. ഇപ്പോഴും ഫോളോ ദി ബ്ലാക്ക് ക്യാറ്റ് എന്നാണ് പറയുന്നത്. ബ്ലാക്ക് ക്യാറ്റ് ഇതിൻ്റെ അടിയിൽ ഇരിക്കുകയാണ്. ഇതിനെ അങ്ങോട്ട് പോകണത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. ബുക്ക് ഗോസ് ഹിയർ. ഗൈസ്, മനസ്സിലായി. നമ്മളിപ്പോൾ കണ്ട ബുക്കില്ലേ, അത് ഇവിടെ വയ്ക്കണം. അപ്പം നമ്മൾ 3 ബുക്ക് വെച്ചാൽ നമുക്ക് ഇത് ഓപ്പൺ ആക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഈ ബുക്ക് എടുത്ത് വയ്ക്കാം. നമ്മൾ ഒരു ബുക്ക് വെച്ചു. 3 ബുക്സ് 3 ബുക്ക് നമ്മൾ വിളിക്കണം. നമുക്ക് ഈ ബുക്ക് എടുത്ത് വയ്ക്കാം. നമുക്ക് ഇനിയും ഒരു ബുക്കും കൂടെ കണ്ടുപിടിക്കണം. ഗൈസ്, ഇവിടെ ഉണ്ട് ഗൈസ്. അടുത്തൊരു ബുക്ക് ഇവിടെ ഉണ്ട്. നമ്മൾ 2 ബുക്ക് വെച്ചു. റിമൂവ് ബുക്ക്. അതെന്താ അങ്ങനെ? പക്ഷെ എനിക്ക് മനസ്സിലായി. ഇത് കണ്ടോ, ഇത് ഡൈസിൻ്റെ നമ്പറാണ്. ഇവിടെ 1 2 3 ഉണ്ട്. പിന്നെ ഇവിടെ 5. അപ്പോൾ 1 കഴിഞ്ഞിട്ട് 2 ആണ്. ഓക്കെ ഗൈസ്, 4 കഴിഞ്ഞിട്ട് നമ്മൾ 5 വെച്ചു. അപ്പോൾ ഇവിടെ 2 ആണ്. അപ്പോൾ ഈ ബുക്ക് ഇതിനാവശ്യമില്ല. അപ്പോൾ 2ൻ്റെ വേറൊരു ബുക്ക് നമ്മൾ കണ്ടുപിടിക്കണം. 2ൻ്റെ വേറൊരു ബുക്ക് നമുക്ക് എവിടെ കിട്ടുന്നത് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ഉണ്ട് ഗൈസ്. 2ൻ്റെ നമ്പറുള്ള ബുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു വഴി ഇവിടെ തുറന്നു വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫർണസ് ഉണ്ട്. ഇവിടെ ഒരു ഫർണസ് ഇരിപ്പുണ്ട്. ഇവിടെ കുറച്ച് കല്ലുകളും ഉണ്ട്. നമുക്ക് ഈ ഫർണസിൽ ഈ കല്ലുകൾ ഇടാൻ പറ്റുമോ നോക്കട്ടെ. ഫർണസിൽ ഫീഡ് ഫർണസ് നമ്മളതിൽ കല്ലുകൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ ഒരു ടേൺ വീൽ എന്താ ഇവിടുത്തെ ഒരു ഇത് പോണത്, ഈ കാറ്റ് അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ കുറേ കോളുണ്ട്. ഈ കോളിടുമ്പോൾ എനിക്ക് മനസ്സിലായി. ഈ കോളിടുമ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ വലുതാവുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇത് ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ ഇത് പൊട്ടിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നോക്കിയത് ഹൈ ടെമ്പറേച്ചർ ആക്കുന്നവരെ നമുക്ക് ഇട്ടുകൊണ്ടിരിക്കണം. നമുക്കിനി വെയിലിട്ട് ഓൺ ചെയ്ത് നോക്കാം. യെസ് ഗൈസ്, ആ ഡോർ അവിടെ പൊട്ടി. നമുക്ക് ഇതിൻ്റെ അകത്തൂടെ ഇങ്ങോട്ട് പോവാം.
സ്ട്രെയിറ്റ് ഒരു വഴി കിടക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും ഡേഞ്ചർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും നമുക്ക് നേരെ പോയി നോക്കാം. ഇവിടെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് ഡോർസും സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ എന്തോ ഒരു ലിവർ കാണുന്നുണ്ട്. നമുക്ക് ഇവിടെ കൂടെ പോകാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ആ ബ്ലാക്ക് കാറ്റ് ഇവിടെ ഒന്ന് ചാടി വന്ന് പേടിപ്പിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നു. ഇവിടോട്ടൊരു ഡോറുണ്ട്. നമുക്ക് ഇവിടെയാണ് ബ്ലാക്ക് കാറ്റ് വരുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ കൂടെ പോകാൻ പറ്റുന്നില്ല. നമ്മളൊരു ഡോറ് തുറന്നതിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. എന്തൊക്കെ ഇടിഞ്ഞ് വീഴാണ്. ഫോളോ ദി ബ്ലാക്ക് കാറ്റ് എന്നാണ് ഇപ്പോഴും കാണിക്കുന്നത്. പക്ഷെ അവിടെ കല്ലൊക്കെ ഇടിഞ്ഞ് വീണിരിക്കുകയാണ്. നമ്മൾ വേറെ ഏതൊരു സ്ഥലത്തെത്തി. പക്ഷെ ഇവിടെ ഇതാണ് വയസ്സ് നമ്മൾ കണ്ട ലിവർ. അവിടെ നിന്ന് പക്ഷെ ഇത് മറ്റേ സ്ഥലമാണ് ഫർണസ് ഇരുന്ന സ്ഥലം. നമ്മൾ ഇവിടെ ഒരു കറങ്ങി വന്നേ ഉള്ളൂ. ഇവിടെ കുറച്ച് ഇങ്ക് കാർട്ടേജ് ബാറ്ററി ഒക്കെ ഉണ്ട്. ഇവിടെ എന്തോ റെക്കോർഡിംഗ് ഉണ്ട്. മാർച്ച് 1 ലോഗ് 333 4 അപ്പൊ ഇവിടേക്ക് ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കാണ്. നമുക്ക് ഇവിടെയൊക്കെ നോക്കണം. ഇവിടെയൊക്കെ എന്തുണ്ടെന്ന് പറയാൻ അറിയത്തില്ല. പക്ഷെ ഇവിടെ ഒരു ഡോറുണ്ട്. നമുക്ക് തുറക്കാം. പക്ഷെ ബ്ലാക്ക് കാറ്റ് അവിടെ ഉണ്ട്. ഇവിടെ എന്തോ വേറെ ഏതോ ബുക്ക് ഉണ്ട്. ഇതെന്ത് ആവശ്യത്തിനാണെന്ന് അറിയില്ല. ഇവിടെ ഒരു ചെടിയുണ്ട്. ഇറ്റ് ലുക്സ് ഡെഡ്. നമുക്ക് ബ്ലാക്ക് കാറ്റിൻ്റെ അടുത്തോട്ട് പോവാം. ഇതാണ് ഞാൻ ആ പോസ്റ്ററിൽ കണ്ട ആ റോബോട്ട് എന്ന് തോന്നുന്നു. റിക്വസ്റ്റ് ബാറ്ററി. ഇതിന് ഒരു ബാറ്ററി വേണമെന്നാ പറയണേ. ബാറ്ററി ഞാൻ അവിടെ കണ്ടിരുന്നു. മോളിൽ ഞാൻ ബാറ്ററി കണ്ടിരുന്നു. ഈ ബ്ലാക്ക് കാറ്റ് ഇവിടെ ഉണ്ട്. നമ്മളാ മുകളിൽ കണ്ട ആ ബാറ്ററി നമുക്ക് ഒന്ന് എടുത്തിട്ട് വരാം. ഇവിടെ അല്ല. ബാറ്ററി ഇവിടെ ഉണ്ട്. ഇവിടെ അൺലിമിറ്റഡ് ബാറ്ററീസ് ആണുള്ളത്. നമ്മൾ ബാറ്ററി വെച്ചു. പിക്കപ്പ് റോബോട്ട്. ടേക്ക് ദ റോബോട്ട് അപ്സ്റ്റേഴ്സ് ഫോർ റിപ്പയർ. ഇത് മോളിൽ കൊണ്ടുപോയിട്ട് റിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഇതെന്തിനാണെന്ന് എനിക്കൊരു പിടിയുമില്ല. എന്തായാലും നമുക്കിത് മോളിൽ കൊണ്ടുപോയിട്ട് നോക്കാം. നമ്മൾ മോളിൽ കൊണ്ടുപോയി. റിപ്പയർ റോബോട്ട് പ്ലഗ് ഇറ്റ് ഇൻ. ഇവിടെ ഒരു സംഭവം ഉണ്ട്. ഡോക്ടർ റോബോട്ട്. നമ്മൾ ഇതിനെ ഇവിടെ പ്ലഗ് ചെയ്തു. എന്താ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. ബാറ്ററിയുടെ കാണിക്കുന്നത്. പക്ഷെ ഇത് ചാർജിങ് ആവുന്നതാണ് തോന്നുന്നത്. ടാപ്പ് ചെയ്യാൻ പറയുന്നു. എനിക്ക് മനസ്സിലായി. ഇത് കറക്റ്റ് സമയം വരുമ്പോൾ ടാപ്പ് ചെയ്യണം. കുറച്ച് ശതമാനം ചാർജായി. ഡൺ ഗൈസ്. തെറ്റിപ്പോയി. നമുക്ക് ഇനിയും ചെയ്യാം. പിന്നെ തെറ്റി. കുഴപ്പമില്ല ഗൈസ്. നമ്മൾ ഇത്തവണ ഇത് ചാർജ് ആക്കും. കുറച്ചും കൂടെ ചാർജായി. ഇനി ഒരു കട്ടയും കൂടെ ശരിയാക്കാനുള്ളൂ. ഇത് 3 വന്നിരിക്കുകയാണ്. നമ്മൾ കറക്റ്റ് ടൈമിൽ ടാപ്പ് ചെയ്തില്ലെങ്കിൽ ഇത് സൈഡിലോട്ട് മാറി ആദ്യം തൊട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? ചാർജായി ഗൈസ്. ഫുള്ള് ചാർജായി. ന്യൂട്ട് എന്നാണ് ഈ പേര്. NEWT. ന്യൂട്ട്. ഹായൊക്കെ കാണിക്കുന്നുണ്ട് നമ്മളെ. നമ്മളിനി എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ന്യൂട്ട് ഇതൊരു പ്രിന്റ് എടുത്ത് വെച്ചേക്കുന്നു. റിക്വയർ ഇങ്ക് കാർട്ടേജ്. ആ ഇങ്ക് കാർട്ടേജ് ഞാൻ താഴെ കണ്ടിരുന്നു. ആ ബാറ്ററിയുടെ ആ സൈഡിലായിട്ട് ഇങ്ക് കാർട്ടേജ്. അതിന് ഇങ്ക് കാർട്ടേജ്. പക്ഷെ അതേ പ്രിന്റിങ് ആണ്. അത് പ്രിന്റ് എടുത്ത് കാണിച്ചാൽ അതേ ഇതാണ്. പക്ഷെ അവിടെ എന്തോ ഒരു ശബ്ദം കേട്ടു. എന്തോ നടഞ്ഞ പോലെ. എന്താണെന്ന് എനിക്കറിയില്ല. ഇത് ഇങ്ക് കാർട്ടേജ് കൊടുത്തു. ന്യൂട്ട് റെഡിയായി. ഇതെന്തോ ഹാർട്ടിൻ്റെ ഇത് കാണിക്കുന്നത്. ഇതെന്താണെന്ന് മനസ്സിലായില്ല.
പക്ഷെ എന്തോ ശബ്ദം കേട്ടു. ഗൈസ്, ആ റോബോട്ട് അവിടെ നിന്ന് തുറച്ച് താഴെ അറ്റാച്ച് ന്യൂ ബൂസ്റ്റർ. പുതിയ ഏതോ ബൂസ്റ്റർ കണ്ടുപിടിക്കാനാണ് ഇതിനെ പറയണത്. നമുക്ക് ഇതിനെ ഇവിടെ വയ്ക്കാൻ പറ്റും. മനസ്സിലായി ഗൈസ്? നമുക്ക് ഇതിനെ ഇവിടെ വയ്ക്കുമ്പോൾ ഈ ഡോറ് തുറന്നു വരും. ഇവിടെ ഒരു താഴെ കൂടെ ഒരു വഴിയുണ്ട്. നമുക്ക് ഇത് ചെന്ന് തുറന്നു നോക്കാം. ഗൈസ്, നമുക്ക് ബൂസ്റ്റർ കിട്ടി. ഇനി ഇത് കൊണ്ട് അതിൽ വയ്ക്കണം. ഇവിടെ വേറൊരു വഴിയുണ്ട്. ഇതെന്താ? പ്ലേസ് ബൂസ്റ്റർ. പക്ഷെ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ആ റോബോട്ടിനെ വെക്കി ബൂസ്റ്റർ വെച്ച് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് ആ റോബോട്ടിനെ എടുത്തുകൊണ്ട് വരാൻ പെട്ടെന്ന്. ഡോറടഞ്ഞു. മനസ്സിലായി ഗൈസ്? നമുക്ക് ഈ റോബോട്ടിനെ ഇവിടെ വയ്ക്കുമ്പോൾ ആ ഒരു ഇത് കൊണ്ടാണ് ഈ ഡോറ് തുറക്കണേ. അപ്പം ഇതിനെ എടുത്ത് അപ്പം തന്നെ വയ്ക്കാം. അപ്പം ഇതിന് വേറെ എന്തെങ്കിലും വഴി നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇവിടെ ഒരു ഡോറുണ്ട്. ഇവിടെ എന്തോ സംഭവമുണ്ട്. പിക്കപ്പ് ഡോർ സ്റ്റെപ്പ്. ഇതെന്തിനാണെന്ന് എനിക്കറിയില്ല. ഇത് എന്തിനെങ്കിലും ആവശ്യത്തിനാവും. പിക്കപ്പ് ഡോർ സ്റ്റെപ്പ്. ഇത് വെച്ച് നമുക്ക് ഈ ഡോറിനെ ഈ ഡോർ നമുക്ക് ബ്രേസ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം ഇനി നമ്മൾ ഇതിനെ ചെന്നിട്ട് നമ്മൾ ഇതിനെ എടുത്ത് വന്ന ഈ ഡോർ അടയത്തില്ല. മനസ്സിലായി? അപ്പം നമുക്ക് ഇതെടുത്ത് ഇവിടെ വെച്ചിട്ട് വലിക്കാം. തലയൊക്കെ തെറിച്ചുകൊണ്ട് നമ്മുടെ റോബോട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മളെ റോബോട്ട് റെഡി ആയിട്ടുണ്ട്. റോബോട്ട് എവിടെയോ ഇതിൻ്റെ വെന്റിൻ്റെ അകത്തൂടെ പോയി. ഫൈൻഡ് ന്യൂട്ട്, വേർ ഡിഡ് ഹി ഗോ? ഇവിടെയൊക്കെ ഇടിയുന്നു. എന്താ പറ്റിയെന്ന് അറിയില്ല. പക്ഷെ ന്യൂട്ട് ഈ ലിഫ്റ്റിനകത്താണ് ഉള്ളത്. ഈ ന്യൂട്ട് ലിഫ്റ്റിനകത്താണ്. ഇതെന്തോ പ്രിന്റ് എടുത്ത് കാണിക്കുന്നു. ഇതൊരു ഫ്രഞ്ചാണ് ഗൈസ്. നമുക്ക് ഇതിന് ഫ്രഞ്ച് കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നണേ. ഗൈസ്, ഫ്രഞ്ച് ഇവിടെ ഉണ്ട്. ഈ ഫ്രഞ്ച് കൊണ്ട് തന്നെ പോവാം. അത് മുകളിലോട്ട് പോയിട്ടുണ്ട്. എന്താണ് ചെയ്യുന്നതെന്ന് ഒരു പിടിയുമില്ല. പക്ഷെ അവിടെ നിന്ന് എന്തൊക്കെയോ അത് ഇളക്കി താഴോട്ടിടുന്നുണ്ട്. അത് പണി ചെയ്യണമെന്ന് തോന്നുന്നു. ഇത് അടുത്തെന്തോ പ്രിന്റ് എടുത്തു. ഇതെന്തോ ഒരു ഓയിലാണ് ഗൈസ്. ഇവിടെ ഉണ്ട്, ഞാൻ കണ്ടു ഒരു ഓയിൽ ക്യാൻ. ഈ ഓയിൽ ക്യാൻ ഇതിന് കൊടുക്കാം. ഓയിൽ അത് കുടിച്ചു. അതിനു വേണ്ടിയാണ് ചോദിച്ചത്. എന്നിട്ട് ഏമ്പക്കവും വിട്ടു. ഇനി ഇതിനെന്താ വേണ്ടേ? ഇതൊരു ഹാമർ ഇവിടെ എവിടെയെങ്കിലും കാണും. ഹാമർ ഇവിടെ ഉണ്ട്. ഈ ഹാമർ കൊണ്ട് അതിന് കൊടുക്കാം. നമ്മൾ ഹാമർ കൊടുത്തിട്ടുണ്ട്. അത് ലിഫ്റ്റ് ഫുള്ള് ശരിയാക്കിയാൽ നമുക്ക് ഇതിൻ്റെ കൂടെ പോവാന്ന് പറയുന്നു. ഇവിടെ കൂലിംഗാണ്. പ്രസ് ബട്ടൺ. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാം. ലൈറ്റൊക്കെ മങ്ങാണ്. അവിടെ നിന്ന് എന്തോ സംഭവം വരുന്നു. പക്ഷെ ആ ബേബി ഇതിൻ്റെ അകത്ത് കയറി. പിന്നെ ഇവിടെ ആ ബേബിയെ കൊണ്ട് ഭയങ്കര ശല്യമായിരിക്കും. ബേബി ഇപ്പൊ ഇവിടെ അകത്ത് കയറി. അപ്പൊ ഈ പാർട്ടിൽ ഇവിടെ വെച്ച് അവസാനിക്കണമെന്നാണ് എനിക്ക് തോന്നണേ. നമുക്ക് ഇനി എത്ര ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ഇതെന്തായാലും ആവുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലേ? ആ ഒരു ബേബി ലൈക്ക് അത് എന്താ പറയാ, ഇത് അടുത്ത ചാപ്റ്റർ ഇത് ലബോറട്ടറി. നമ്മുടെ ലിഫ്റ്റ് എവിടെയോ ചെന്ന് എത്തിയിട്ടുണ്ട്. ആ ചെറുക്കൻ്റെ ഫോട്ടോ അവിടെ മാസമായിട്ട് ഇരിപ്പുണ്ട്. ചെറുക്കൻ്റെ തല. നമ്മളെ റോബോട്ട് എന്താ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവനെ എടുക്കാം. ഇതോ പറന്നു പോണ്. ഇവനെടുത്തത് ഇതിലേക്ക് വയ്ക്കാം. പിന്നെ ഇവിടെ ഒരു ഡോറുണ്ട്. നമുക്ക് ഇതുവഴി ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റും. ഇത് ലോക്കഡാണ്. പിന്നെ നമ്മൾ എവിടോട്ടാ പോണേ? അവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്. നമ്മളിതിൽ കയറി നിന്ന് നമ്മളെ വെയിറ്റ് കൊണ്ട് അത് പുറത്തൊന്ന് തുറന്നു. അപ്പോൾ എൻ്റെ ഒരു വെയിറ്റ് ഉള്ള സംഭവം ഇവിടെ വെച്ചാൽ ഇത് തുറക്കാൻ പറ്റുമായിരിക്കും. അങ്ങനെയാണ് എൻ്റെ ബുദ്ധി പറയണത്. നമുക്ക് എന്തായാലും ഇതെടുത്ത് ഇവിടെ വയ്ക്കാം.
കഴിച്ച് ഡോറിൻ്റെ ഇത് ഞാൻ ഇവിടെ വെച്ചപ്പോൾ തുറന്ന് ഇവിടെ എന്തോ വേവ് ഉണ്ട്. നമ്മളൊരു കിടില സ്ഥലത്തെത്തി ഗൈസ്. നമ്മൾ ഏതൊരു പുതിയ ടൈപ്പ് സ്ഥലത്തെത്തി. ഇവിടെ 4 കണ്ടെയ്നേഴ്സ് എന്തോ സംഭവം ഉണ്ട്. ലുക്ക് അറൗണ്ട് ആൽക്കമി റൂം, ടേക്ക് എ ലുക്ക് അറൗണ്ട് ഗൈസ്. അവിടെ എന്തോ ഒരു ചെടി ഉണ്ട്. ഇത് കാൽന്യൂട്ട് ഗൈറോസ്പിയർ എന്ന് പറഞ്ഞ ഒരു ചെടിയാണ്. ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ന്യൂട്ട് എന്തോ അതിൽ സ്പ്രേ എന്തോ അടിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ കിടിലായിട്ട് നല്ല ഇരിപ്പുണ്ട്. പക്ഷെ ഇവിടെ എന്തോ സംഭവമുണ്ട്. ഒരു നീല കളർ ഒരു ബോൾ കിട്ടി. മനസ്സിലായി കേസ്. ഇവിടെ ഉണ്ടോ ഒരു റെഡ് കളർ ബോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഈ ബ്ലൂ കളർ ബോൾ ഇടാൻ പറ്റുമായിരിക്കും. മനസ്സിലായി. അപ്പോൾ ഈ ബ്ലൂ കളർ ബോൾ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ബോർഡിലുണ്ടോ ബ്ലൂ പ്ലസ് റെഡ് ഇസ് ഈക്വൽ ടു പിങ്ക് ടു ബേബി, ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇത് അവിടെ മുകളിലൊരു കീ ഇരിപ്പുണ്ട്. മുകളിലൊരു കീ നമുക്ക് എത്തത്തില്ലെന്നാ പറയുന്നത്. ഇവിടെ ഒരു ബുക്കുണ്ട്. റെഡ് പ്ലസ് ബ്ലൂ ഇസ് ഈക്വൽ ടു ഒരു യു ഷേപ്പ്ഡ് മാഗ്നറ്റ് കാണിക്കുന്നത്. ഇവിടെ ഒരു റെക്കോർഡിംഗ് ഉണ്ട്. December 1 ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. നമുക്ക് റെഡ് പ്ലസ് ബ്ലൂ, നമുക്ക് ഈ റെഡ് ഇതും അതിൻ്റെ അകത്തോട്ട് പോകുന്നുണ്ട്. പ്ലസ് നമുക്ക് ഈ ബ്ലൂ ഇതും ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ടൈം കളിക്കുന്നുണ്ട് ഇങ്ങനെ. ഞാൻ പ്രോ ആയിക്കഴിഞ്ഞ് ഇങ്ങനെയൊന്നുമല്ല. നമ്മളത് തുറന്നു വിട്ടു. ഇതിൻ്റെ അകത്തൂടെ പോകുന്നുണ്ട്. നമുക്കൊരു ബോട്ടിൽ ഇവിടെ നിന്ന് എടുത്തിട്ട് കണ്ടോ, എത്ര ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം. അൺലിമിറ്റഡ് ആണ്. നമുക്കിത് ഫില്ല് ചെയ്യാം. എന്തോ പറ്റി, മുകളിലത്തെ സംഭവം റിങ്സ് കിടന്ന് കറങ്ങുന്നുണ്ട്. എന്താ ഇത്? മറ്റേ സാധനം വന്ന് ബേബി. എന്താ പറ്റിയെന്നൊരു പിടുത്തോ ഇല്ല. ചെറുക്കൻ വന്നു ചേച്ചി. ഇവിടെ ചെറുക്കൻ ശല്യം. ഫീഡ് ടു ബേബി. ഇത് ബേബിക്ക് കൊടുക്കാനാ പറയണേ. ഇത് കൊടുക്കാം. ബേബി പറകണ്. മനസ്സിലായി. എല്ലാം മാഗ്നറ്റിക് അട്രാക്ഷൻ ആയിട്ടുള്ള തിങ്ങും ഇതിൽ വന്ന് ഒട്ടിപ്പിടിക്കുകയാണ്. ഫിസിക്സ് ഒക്കെ കിടിലാണ്. നമുക്ക് ഒറ്റ അപ്പോൾ കീ വന്നതിൽ ഒട്ടിപ്പിടിച്ച് നമുക്ക് ഈ കീ യൂസ് ചെയ്ത് നമുക്ക് ഈ ഡോറ് തുറക്കാൻ പറ്റും. ഇതേതൊരു സ്ഥലമാണ്. ഇവിടെ മറ്റേ പെസിഫയർ ഉണ്ട്. ഇതിനെ മറ്റേ ഇതൊക്കെ വരുമ്പോൾ കൊടുക്കാൻ. ഇവിടെ എന്തോ കോൾഡ്രൺ ഉണ്ട്. ഇതെന്തിനാണെന്ന് എനിക്കറിയില്ല. ഇതിന് കൊടുത്തു നോക്കാം. ഐസ് ഇത് കോമഡിയാ ഈ കൊച്ചെറുക്കൻ. പക്ഷെ ഇത് മറ്റേ ഇവിടേക്കുള്ള പോലത്തെ മറ്റൊരു വേവാണ്. ഇത് വേറെ എവിടെ പൊട്ടിയിരിക്കുകയാണ്. മനസ്സിലായി. ഇത് നമ്മൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഈ വേല് തുറന്നാൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് സംഭവങ്ങളെയൊക്കെ വലിച്ചു കയറും. ഇതിൻ്റെ അകത്തോട്ട് വെക്കാം. ആ പച്ചക്കളർ കീ ഇതിൻ്റെ അകത്തുണ്ട്. ഇതിനുള്ള പച്ചക്കളർ കീ. അപ്പോൾ നമുക്ക് ഈ കൊച്ചിനെ കാണാനില്ല. നമുക്ക് ഈ ചെറുകനെ എടുത്തിട്ട് ഇവിടെ കൊണ്ടിടാം. എന്നിട്ട് നമുക്ക് ഇതെടുത്ത് ഈ ചെറുക്കന് കൊടുക്കാം. ചെറുക്കന് കൊടുത്തിട്ട് നമുക്ക് ചെറുക്കൻ അതിൻ്റെ അകത്തോട്ട് കയറിപ്പോയി. അപ്പോൾ എനിക്ക് തോന്നുന്നു ചെറുക്കൻ്റെ ആ മാഗ്നറ്റിക് പവർ കൊണ്ട് ആ കീ വന്നു. സെറ്റ് നമ്മൾ ചെറുക്കനെ യൂസ് ചെയ്ത് തന്നെ ആ കീ എടുത്തു. നമുക്ക് ഈ കീ ഇവിടെ യൂസ് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. നമ്മളേതോ ലൈബ്രറി ടൈപ്പ് സ്ഥലത്തെത്തി. ലൈബ്രറി ആണോ വേറെന്തോ ആണോ എന്ന് എനിക്കറിയില്ല. ഇറ്റ് നീഡ്സ് പവർ. നമുക്ക് ഈ സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്തു. നമുക്കിനി നമ്മുടെ ന്യൂട്ടനെ എടുക്കണം. ന്യൂട്ടനെ ഇവിടെ ചെടിയിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രക്ഷിച്ച് എന്തിനാന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കണേ. ചുമ്മാ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കാനാണെങ്കിൽ.
ഇപ്പൊ ന്യൂ ടണ്ണൻ ശരിയായിട്ടുണ്ട്. ലാഡർ ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ ഓഫ് ചെയ്യാം. മനസ്സിലായി ഗൈസ്? ആ ബ്ലാക്ക് ക്യാറ്റിന്റെ അവിടോട്ട് നമ്മുടെ ഈ ലാഡർ വന്നിട്ടുണ്ട്. നമുക്ക് ഇതുവഴി മുകളിലോട്ട് കയറാൻ പറ്റും. അപ്പൊ ആ ബ്ലാക്ക് ക്യാറ്റ് പോവുകയും ചെയ്യും. ഇവിടെ എന്തോ കോഡ് ഡയൽ പാറ്റേൺ ഉണ്ട്. നമുക്കിത് എന്തോ കണ്ടുപിടിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ എന്തോ മെഴുകുതി ടൈപ്പ് എന്തോ സംഭവം ഉണ്ട്. കൊച്ചിറങ്ങുന്നു നമ്മളെന്നെ തള്ളി താഴെ ഇട്ടു. അപ്പൊ ഏണി വഴി താഴെ ഇറങ്ങി പോവാം. ഇവിടെ എന്തോ മെഴുകുതി ടൈപ്പ് സംഭവം ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു സിമ്പല് കിടക്കുന്നു. മനസ്സിലായി? സ്മോളിലത്തെ ഡോറിന് ഇങ്ങനത്തെ കുറച്ച് സിമ്പലായിരുന്നു. അപ്പൊ നമുക്ക് ഇതേപോലെ വേറെ എവിടെ കൊണ്ട് കണ്ടുപിടിക്കണം. നമുക്ക് അടുത്തൊരു സിമ്പലും കിട്ടി. നമുക്ക് ഇനിയും രണ്ട് സിമ്പലും കൂടെ വേണമെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇതുപോലത്തെ ഇനി ഇതെല്ലാം അവിടെ മുകളിലുണ്ട്. അപ്പം നമുക്ക് ഇറ്റ്സ് നീഡ്സ് പവർ. നമുക്ക് ഇവനെ പിടിച്ചിട്ട് ഇവിടോട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം. നമുക്ക് ഈ സ്വിച്ച് ഓൺ ചെയ്തിട്ട് അവനവിടെ വയ്ക്കാൻ പറ്റൂ. നമുക്ക് ഈ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവനെ പിടിച്ച് ഇവിടെ വയ്ക്കാം. എന്നിട്ട് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുവഴി മുകളിൽ കയറാം. ഇവിടെ നമുക്ക് അടുത്തൊരു ഷേപ്പും കിട്ടി, ഒരു ഇതും കിട്ടി. നമുക്ക് ഇതുപോലെ ഇനിയും കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇനി ഇത് എവിടെയാ ഉള്ളതെന്ന് നോക്കണം. പക്ഷെ ഇനി ഇത് ഇവിടെയും കൂടെ ഉണ്ട്. നമുക്കിനി ലാഡറിൽ ഇവിടെയും കൂടെ നോക്കണം. നമുക്ക് ഓഫാക്കാം. ഏണിയെ കാണാനില്ല. ഇതാണോ ഏണി? പക്ഷെ ഏണി ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ട് നമുക്ക് ഇവനെ പിടിച്ച് ഇവിടെ വയ്ക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം ഏണി എപ്പോഴാണ് വരുന്നത്. നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. കറക്റ്റ് പൊസിഷനിൽ നമ്മൾ വന്നിട്ടുണ്ട്. പക്ഷെ എന്തോ ബുക്ക് തലയെ കൂടെ തള്ളിയിട്ടു. ഇവിടെ നമുക്ക് ലാസ്റ്റ് അടുത്ത ഷേപ്പും കിട്ടി. നമുക്കിതപ്പോൾ നമുക്ക് അവിടെ ചെന്നിത് വച്ച് നോക്കാം. അതിന് പിന്നെ ആ റോബോട്ടിനെ പിടിക്കണം. ഈ റോബോട്ട് വെള്ളം ഒഴിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ, അടുത്തൊന്നും വരത്തുള്ളൂ. നമുക്ക് ഓഫ് ചെയ്യാം. കറക്റ്റ് സ്ഥലത്ത് നമ്മൾ വന്നു. ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കയറാം. നമുക്ക് ഷേപ്പ് എന്നിട്ട് അടിച്ചു കൊടുക്കാം. ഫസ്റ്റ് വൺ ഈ ഷേപ്പായിരുന്നു. സെക്കൻഡ് വൺ എനിക്ക് തോന്നുന്നു ഇതായിരുന്നു. തേർഡ് ഇത് തന്നെ. ഫോർത്ത് ട്രയാങ്കിൾ കറക്റ്റ്. ഓക്കെ ഗൈസ്, നമ്മൾ ഡോർ അൺലോക്ക് ആക്കി. ആക്കിയിട്ടുണ്ട്. ഇവിടെ എന്തോ കാക്കത്തലയുള്ള ഒരുത്തരം കണ്ടു. ഇതേതോ മെന്റൽ ടെമ്പസ്റ്റ് ആണെന്നാ പറയുന്നത്. ഇവിടെ താഴോട്ടൊരു വഴിയുണ്ട്. നമുക്ക് ഇതുവഴി താഴോട്ടൊന്ന് പോയി നോക്കാം. ചെറുക്കൻ വന്ന് നമ്മളെ തള്ളിയിട്ടു. ഈ ചെറുക്കൻ ഇത് തന്നെയാണ്, എപ്പോഴും ശല്യമാണ്. ഈ ചെറുക്കൻ അവിടെ നിന്ന് നമ്മളെ താഴോട്ട് തള്ളിയിട്ടു. നമ്മളേതോ സ്ഥലത്ത് വന്ന് എത്തി. ഡിസ്കവർ ദി സീക്രട്ട് ഓഫ് ഫോട്ടോഗ്രാഫി. ഇറ്റ് സീംസ് ഓപ്പൺ ഇറ്റ് ഫസ്റ്റ്. ഇവിടെ ഒരു ക്യാമറ ഇരിപ്പുണ്ട്. നമുക്ക് ഇത് വെച്ച് ഫോട്ടോ എടുക്കാനാണ് പറയുന്നത്. സ്ട്രെയിഞ്ച് ക്യാമറയാണ്. ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നാ? ഇവിടെ കാണുമ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് കൊള്ളത്തില്ല. പക്ഷെ അതിൽ നോക്കുമ്പോൾ എനിക്ക് ഊൻ്റെ മോനെ നമ്മൾ വേറെ ഏതോ റൂമിലെത്തി. പക്ഷെ ഇവിടെ ഒരു ഫിലിമുണ്ട്. നമുക്ക് ഈ ഫിലിം ഇതിലോട്ട് ആഡ് ചെയ്ത് നോക്കാം. ലുക്ക് ത്രൂ ദി ഫൈൻഡർ. നമ്മളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോയിൽ അവിടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് നോക്കാം. ഡെവലപ്പ് ദി ഫിലിം എന്നാ പറയുന്നത്. ഇത് താഴെ വീണു. ഡെവലപ്പ് ഫിലിം. ഈ വെള്ളം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ വെള്ളത്തിന് എന്തോ മാജിക് ഉണ്ട്, അതെനിക്ക് ഉറപ്പാ. പിക്കപ്പ് ഡെവലപ്ഡ് ഫിലിം. ഇനി നമുക്ക് ഇതിലിട്ട് നോക്കാം എന്തോ സംഭവിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും പുറത്തോട്ട് പോയി നോക്കാം. ഗൈസ്, അത് ശരിയായി.
നേരത്തെ പറഞ്ഞ പോലെ അത് ശരിയായി. പക്ഷെ നമ്മൾ ഇതിൽ കണ്ട പോലെ അല്ല, അത് ശരിയായി. അപ്പൊ നമുക്ക് ഇതെടുത്തിട്ട് നമുക്ക് ഇതിലോട്ടിട്ട് നമുക്ക് ഇതുവഴി നോക്കി നമുക്കിവിടെ ഒരു പൊട്ടിയ ലിവർ ഈ സൈഡിലുണ്ടായിരുന്നു. ഇവിടെ ഒരു പൊട്ടിയ ലിവർ ഉണ്ടായിരുന്നു, അതിപ്പോൾ ശരിയായി കാണാം. അപ്പം നമുക്ക് ഇതിൻ്റെ ഫോട്ടോ നമുക്ക് എടുക്കണം. നമുക്ക് ഇതിൻ്റെ ഫോട്ടോ നമ്മൾ എടുത്തിട്ട് നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്താൽ ചിലപ്പോൾ ലിവർ ശരിയാവുമായിരിക്കും. നമ്മളപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറി നമുക്ക് ഇതിലിട്ട് നോക്കാം. ആദ്യം നമ്മൾ എടുത്തിട്ടുണ്ട്. അൺഡെവലപ്ഡ് ഫിലിമാണിത്. നമ്മൾ ഈ ഫിലിമിനെ ഡെവലപ്പ് ചെയ്യാൻ പോവാണ്. ടേക്ക് മോർ ഫോട്ടോസ് എന്നാണ് ഈ നമ്മുടെ ടാസ്ക്. ഡെവലപ്ഡ് ഫിലിം നമ്മൾ എടുത്തിട്ടുണ്ട്, നമുക്ക് ഇതിലോട്ട് ഇടാം. ഇത് ഈ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഈ ഡോറങ്ങ് ലോക്ക്ഡ് ആവും, കാരണം അത് നമ്മൾ അങ്ങനെ കാണാൻ പാടില്ല. പക്ഷെ ഇവിടെ ഒരു ലിവറുണ്ട്, നമ്മൾ ഈ ലിവർ താത്തപ്പം ഒരു ചെടി വന്നു. മനസ്സിലായി? നമുക്ക് ഇതിൻ്റെ ഫോട്ടോ എടുക്കണം. ഇതിൻ്റെ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ അതും ശരിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെ, ഇതിപ്പോൾ ശരിയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കപ്പോൾ ഇത് എടുത്തിട്ട് ഡെവലപ്പ് ചെയ്യാൻ കൊണ്ടുവയ്ക്കാം. റൂം ഡാർക്ക് ആയതുകൊണ്ട് ഇത് ഡയറക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഇട്ട് നോക്കണം. ഫസ്റ്റ് നമ്മൾ ഇതിലോട്ട് ഇട്ടിട്ട് പിന്നെ അതെടുത്തിട്ട് ഫിലിം ഡെവലപ്പ് ചെയ്യണം. അൺഡെവലപ്ഡ് ഫിലിം എടുത്തു നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോവാം. ഫിലിം സെറ്റായിട്ടുണ്ട്. ഗൈസ് അത് ശരിയായി. ചെടി ശരിയായി. നമുക്ക് ന്യൂട്ടിനെ വിളിക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലത്തെ മറ്റേ ഇത് ഹാർവെസ്റ്റ് ചെയ്യുമെന്നാ തോന്നുന്നത്. കഥവ് തുറന്നു വന്നു. ന്യൂട്ട് ഭയങ്കര ബുദ്ധിമാനാണ്. നമുക്കൊരു ഗ്രീൻ കളർ ബോൾ ടൈപ്പ് ഈ സംഭവം കിട്ടി. ഇത് നമുക്ക് മറ്റേതിലോട്ട് ആഡ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്കൊച്ചർഗൻ ഇവിടെ ഇരിപ്പുണ്ട്, എന്നെ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നമുക്കപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഇടാം. നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടു. ഇനി നമുക്ക് പറഞ്ഞേക്കുന്നത് ഗ്രീന് പ്ലസ് റെഡ് ആണ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഗ്രീനും റെഡും കൂടെ നമ്മൾ ഒന്നിച്ച് ചെയ്യണം. എന്നിട്ട് നമ്മൾ കണക്ഷൻ റിവ്യൂ ചെയ്യണം. ശരി, ഇതൊരു നീല കളർ സംഭവമാണ് ഇതിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് അതിലോട്ട് ആവുന്നുള്ളൂ. ഇതിൻ്റെ പേരെന്താ? കാൾഡ് അങ്ങനെ എന്താണ് ഇതിനെ പറയുന്നത് ഇതില്. അപ്പൊ ഇതിലോട്ട് കയറിയിട്ടുണ്ട്. ഇതിലോട്ട് കയറി നമുക്കിപ്പോൾ ഇതിനിടെ ബോട്ടിൽ, നമുക്ക് ഈ ബോട്ടിലിൽ ഇതെടുത്തിട്ട് നമുക്ക് ഈ ചെറുക്കന് കൊടുത്തു നോക്കാം. നമ്മൾ ഇതെടുത്തു, നമുക്ക് ഈ ചെറുക്കന് കൊടുക്കാം. അപ്പൊ ഈ ചെറുക്കൻ ഭയങ്കര തടിയനായി. എടുത്തോണ്ട് പോയി അതിലോട്ട് ഇടാം. നമ്മൾ എടുത്തോണ്ട് പോവാൻ പോവാണ്. ചെറുക്കന് ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ട് ഇത് ഗ്ലിച്ചും വരുന്നു. പിന്നെ ഈ ചെറുക്കൻ കുറച്ചു നേരമേ ഈ ചെറുക്കൻ ഇങ്ങനെ ഇതായി, ഇതിന്റെ പവർ കുറച്ചു നേരമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഈ ചെറുക്കനെ ഇവിടെ ഇട്ടിട്ട് നമുക്ക് ആ ബോട്ടിലെടുത്തോണ്ട് വന്ന് ഇതെടുക്കാം. എന്താ ചെറുക്കൻ? ചെറുക്കനെ കാണാനില്ല. ചെറുക്കൻ പിന്നെ അവിടെ വന്നിരുന്നു. അപ്പൊ ഇവനെ എടുത്തപ്പോൾ ഭയങ്കര ഭാരമാണ്. അപ്പൊ നമ്മൾ ഇവനെ എടുത്തിട്ട് പോയിട്ട്, പക്ഷെ ഇവിടെ ഒരു വേവ് ഉണ്ട്. നമുക്ക് എന്താ ഇതിന്റെ അകത്തൂടെ ഇവനെ കയറ്റാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ ഇതിന്റെ അകത്തൂടെ കയറി, പക്ഷെ എന്നിട്ട് അവ അതിലോട്ട് വീണ്. പക്ഷെ ഇവിടെ അതിൻ്റെ നമ്മുടെ പുതിയൊരു സ്ഥലത്തോട്ട് എത്തിയെന്നാ തോന്നുന്നത്. നമ്മളൊരു ഔട്ടർ വേൾഡിലോട്ട് എത്തി. സ്കൈയൊക്കെ നല്ല മാസമായിട്ടിരിക്കുകയാണ്. ഇനി ഇവിടെ എന്താ പ്രശ്നം വരുമെന്ന് പറയാനേ പറ്റത്തില്ല. അപ്പൊ ഇവിടെ അതേപോലത്തെ ഒരു ഫ്ലവർ ഉണ്ട്. നമ്മൾ ഇതിനെ ന്യൂട്ടിനെ വിളിക്കാം. അവൻ ഇത് ഹാർവെസ്റ്റ് ചെയ്യും. ന്യൂട്ടിനെ ആരും എറിഞ്ഞു. ഈ ചെറുക്കൻ പിന്നെ വന്നു ഗൈസ്. ഈ ചെറുക്കനെ പിടിക്കാൻ വേണ്ടി ന്യൂട്ട് പോയി. സ്റ്റോപ്പ് ദി ബേബി.
ഈ ബേബീനെ എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്? നമുക്ക് ഇതിനെ പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നേ. ഇവിടെ ചെറുക്കനെ നമുക്ക് പിടിക്കാം. ചെറുക്കൻ ഇവിടെ ഉണ്ട്. നമുക്ക് ഈ ചെറുക്കനെ പിടിക്കാം. ഈ ചെറുക്കനെ പിടിക്കാൻ വരുമ്പോൾ ഈ ചെറുക്കൻ ഇതെന്തോ സംഭവം ഇടുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്തോ ക്യാനണുണ്ട്. ഇത് മറ്റേ നമ്മൾ യുദ്ധത്തിനൊക്കെ വേണ്ട സംഭവമില്ലേ, കപ്പലുകാരൊക്കെ. ഇത് ലൈറ്റ് ഫ്യൂസ്. നമുക്ക് ഇത് വെച്ച് അവനെ വെടി വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും ശ്രമിച്ചു നോക്കാം. ചെറുക്കൻ ബോധം കെട്ട് വീണ്. ചെറുക്കൻ്റെ കിളി പോയി. നമുക്ക് ഇനി ഈ ചെറുക്കനെ പിടിച്ച് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് വെടി വെക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. നമുക്ക് ചെറുക്കനെ പിടിച്ച് അകത്തോട്ടിടാൻ പറ്റൂലെന്നാ തോന്നുന്നത്. നമുക്ക് ചെറുക്കനെ പിടിച്ച് അകത്തോട്ടിടാം. ചെറുക്കൻ തെറിച്ചു പോയി ഗൈസ്. ഇനി ആ ചെറുക്കൻ വരത്തില്ല. ഇനി ഫ്ലവർ ഹാർവെസ്റ്റിനാന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇനി കിട്ടുമോ നമുക്ക് നോക്കാം. ഇപ്പം ഇത് സെറ്റാണ് ഗൈസ്. നമുക്ക് ഇതുകൊണ്ട് പെട്ടെന്ന് അതിലിട്ട്, കളീന് എത്ര ഉണ്ടെന്ന് അറിയില്ല, ഇതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അതിലിട്ട് നമ്മുടെ കാര്യം തീർക്കാം. പൈസ ചെറുക്കാൻ വന്ന് പിന്നെയും നമ്മളെ പൊക്കിയെടുത്ത്. എന്താ സംഭവിക്കണമെന്നറിയില്ല. സ്കൈയൊക്കെ മാറി. ഇത് എന്താണ് പറ്റണമെന്ന് അറിയില്ല. അപ്പം ഇതാണ് ഇതിൻ്റെ ഇത്. അപ്പം ഇതുപോലത്തെ അടുത്ത വീഡിയോ നമുക്ക് ഇത് കളിക്കാം. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പം ഇതിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരും. ബൈ.